പൂരക്കാഴ്ചകളിലേക്ക് മടങ്ങി വരാൻ നമുക്ക് എന്തായാലും പൂരാവേശത്തിലേക്ക് പൂരനഗരി കടന്നു. മികച്ച തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും നടത്തി പൂരം മുന്നോട്ട് പോവുകയാണ്. എന്തായാലും അവിടെ പൂര വിളംബരം നടത്താൻ എറണാകുളം ശിവകുമാറിന്റെ വരവാണ് ഇനിയുള്ളത്. അവിടെ വലിയ ആൾക്കൂട്ടം തടിച്ചുകൂടുന്നു പൂര വിളംബരം കാണുന്നതിന് വേണ്ടി. നാളെ വൈകിട്ടാണ് വെടിക്കെട്ട് നടക്കുക. നാളെ പകൽ പൂരം. അങ്ങനെ പൂരാവേശത്തിലേക്ക് തൃശ്ശൂർ ഒരുങ്ങുന്നു. പതിവ് മുഖങ്ങളെല്ലാം തൃശ്ശൂർ അണിനിർന്നിരിക്കുന്നു. അങ്ങനെ ഇത്തവണ എല്ലാ ഒരുക്കങ്ങളുമായി വളരെ ഭംഗിയായി തന്നെ പൂരത്തിൻ്റെ ആദ്യ തുടക്ക ദിവസങ്ങൾ തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് കാഴ്ച. വേളം കൊട്ടിക്കയറുമ്പോൾ പൂരാവേശത്തിലേക്ക് പൂരനഗരി പൂർണ്ണമായും എത്തിച്ചേർന്നിരിക്കുക. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, പതിവ് മുഖങ്ങളൊക്കെ ഇത്തവണയും പൂരത്തിനെത്തിയിട്ടുണ്ട്. പ്രധാനികളുണ്ട്, പൂരത്തെ പതിവ് കാഴ്ചക്കാരൊക്കെയുണ്ട്, തൃശ്ശൂരുകാരെ പ്രമുഖരൊക്കെയുണ്ട്. ആരാണ്, അവരുടെ സാന്നിധ്യമൊക്കെ എങ്ങനെയാണുള്ളത് തൃശ്ശൂർ? സജിത്ത്, തീർച്ചയായും കേരളം അറിയുന്ന പൂരപ്രേമികൾ പലരുമുണ്ട്. ഇതാ ഫുട്ബോൾ താരം IM വിജയേട്ടനുണ്ട്. വിജയേട്ടാ, എങ്ങനെയാണ് കാര്യങ്ങൾ? അടിപൊളി പോണു. പൂരല്ലേ എന്തായാലും അടിപൊളിയായിരിക്കും. ഈ വർഷം റിട്ടയർമെന്റ് ഇനി ഒരു വർഷം കൂടെ ഉള്ളു. അതിനിടയ്ക്ക് പക്ഷെ ഇതിനൊന്നും ഒരു വിരാമം ഉണ്ടാവില്ല എന്തായാലും. ഇതിന് റിട്ടയർമെന്റ് ഇല്ലല്ലോ. അത് പിന്നെ ഏജ് ആയവനെ റിട്ടയർ ചെയ്യണ്ടേ, വേറെ നിവർത്തിയൊന്നും ഇല്ലല്ലോ. ഇതിന് റിട്ടയർമെന്റ് ഇല്ലല്ലോ. ലൈഫ് ലോങ് ഇങ്ങനെ കിടക്കല്ല പൂരം. എത്ര പ്രായം തൊട്ട് ഇതിന്റെ ഒരു ആവേശം കയറിയിട്ടുണ്ട്? ചെറുപ്പത്തിലേ വരാറുണ്ട്. വീട് തൊട്ടപ്പുറം നടന്നു വരാന്നുള്ള ദൂരമുള്ളൂ. അപ്പൊ ചെറുപ്പത്തിലെ അമ്മരെ കൂടെ ഒക്കെ വരാറുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞത് പേരക്കുട്ടീനെ കൊണ്ട് അവരൊക്കെ ഒരു തൃശ്ശൂര് വലിയൊരു അഹങ്കാര സംഭവമല്ലേ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ. അത് വലിയൊരു ഭാഗ്യനഗരം. പുറത്തുനിന്ന് ഇന്ത്യയിലെ പുറത്തുനിന്നുള്ള ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സിനും ദുബായിൽ നിന്ന് കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് റൂം എടുത്ത് വെക്കും. നാളെ തൊട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. നമ്മളെ മെയിനായിട്ട് നമ്മൾ എല്ലാ പൂരത്തിനും പോകും. എന്നാൽ ചെറിയൊരു പൂരത്തിൽ എല്ലായിടത്തും പോകും. പിന്നെ മടത്തിൽ വരെ അതിൻ്റെ ഇടയിൽ നോക്കും. പിന്നെ എലിഞ്ഞിത്രമേളം മെയിൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊള്ളി തന്നെ പൊള്ളി. ഈ ഒരു എന്താണ് പൂരത്തിൽ ഏറ്റവും ചേട്ടന് ഇഷ്ടമുള്ള ഒരു കാര്യം? എന്താണ് പൂരത്തിലൊന്നും കളയാൻ പറ്റില്ലോ. അല്ലാതെ ഭയങ്കര വൈബാണ്. എല്ലാ ചെറിയ പൂരങ്ങളായാലും ഭയങ്കര വൈബാണ്. അപ്പൊ അതുകൊണ്ട് പൂരം ഓൾമോസ്റ്റ് എല്ലാതും പൊളിയാണ്. ഇഷ്ടമുള്ള കൊമ്പൻ അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, നമുക്കെല്ലാം ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് മെയിനായിട്ട് ഞാൻ എലിഞ്ഞത്ര മേളത്തിന്റെ ഇടയിൽ നിന്ന് അധികം കുറച്ചു നേരം നിൽക്കല്. പിന്നെ മടത്തിൽ വരവ് അതിനൊക്കെ നിൽക്കും. മെയിനായിട്ട് മേളത്തിനുള്ളിലാണ് ഉണ്ടാവുക. കുടമാറ്റത്തെക്കാൾ കൂടുതലൊക്കെ കൗതുകം അവിടെയാണ്, മേളത്തിലാണ്. കുടമാറ്റത്തിന് വരുക പിന്നെ അധികം എലിഞ്ഞത്ര മേളവും അതിനും മടത്തിൽ വരവ് ഇതിന്റെ ഇടയിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും നല്ല ആവേശം തന്നെയാണ്. തീർച്ചയായിട്ടും പൊളിയാണ്. അതാണ് പറയുന്നത്. അദ്ദേഹം റിട്ടയർമെന്റിന്റെ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഈ ആവേശങ്ങളിൽ നിന്നൊന്നും ഒരു വിരാമമില്ല, റിട്ടയർമെന്റ് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് ഉയർന്ന തസ്തികയിലൊക്കെ പ്രൊമോഷനൊക്കെ കൊടുത്തുകൊണ്ട് ഒരു റിട്ടയർമെന്റിന്റെ വാർത്തകളെല്ലാം വന്നിരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും ആവേശത്തിലാണ് ഇവിടെ ഉള്ളത്. ഇതാ എത്ര സമയമായി ഇവർ കാത്തിരിക്കുകയാണ്. നമുക്ക് അവരോട് ചോദിക്കാം കാര്യങ്ങൾ. കുറെ നേരമായി കാത്തിരിക്കുകയാണല്ലേ? അതെ. എന്താണ് ഒരു ആവേശം? എന്താണ് ഇത്തവണത്തെ എല്ലാ കൊല്ലം പോലെ തന്നെ വെരി എക്സൈറ്റഡ്, ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഇപ്രാവശ്യം ഇപ്പൊ നമ്മൾ കുറെ നേരമായി നിൽക്കുന്നു. ആ ഒരു മുഷിപ്പിലാണ് എല്ലാവരും. അതല്ലാതെ പൂരത്തിന്റെ എനർജിക്ക് ഒരു കുറവ്. എന്താണ് ഇതിൽ ഏറ്റവും കൗതുകം ഇഷ്ടമുള്ള കാര്യം? എന്താണ് പൂരത്തില്? എനിക്ക് വെടിക്കെട്ടാണ് ഏറ്റവും ഇഷ്ടം. നാളെ പുലർച്ചെ ഉണ്ടാവും ഇവിടെ? യെസ്, ഉണ്ടാവും. സാമ്പിൾ എങ്ങനെ ഉണ്ടായിരുന്നു? സാമ്പിൾ അടിപൊളിയായിരുന്നു. എന്താ അവസ്ഥ? അത് കുടമാറ്റം കാണാനാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ രാമൻ വന്ന് പൂരം അറിയിച്ചു കഴിഞ്ഞാൽ കുടമാറ്റം ആണ് ഞങ്ങൾ മെയിനായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നത്. തൃശ്ശൂരുകാർ തന്നെയാണ്? അല്ല, ഞങ്ങൾ പട്ടാമ്പി, പാലക്കാട്. അവിടുന്ന് എല്ലാ വർഷം വരാറുണ്ടോ? അങ്ങനെ കാണാറും വരാറുണ്ട്. എന്താ ചേച്ചി, എങ്ങനെയാണ്? കുഴപ്പമില്ല. ഇവിടെയാണോ, തൃശ്ശൂരാണോ? അല്ലല്ല, പട്ടാമ്പി. ഒരുമിച്ച് വന്നവരാ? ഏതെങ്കിലും ആനയോടൊക്കെ ഇഷ്ടമൊക്കെ ഉണ്ടോ? രാമനാണ് കഴിഞ്ഞുള്ള കാര്യമുള്ളൂ പ്രതീക്ഷിച്ചിരുന്നത്. ഏതായാലും സജിത്ത്, ഇതാണ് സാഹചര്യമുള്ളത്. ആളുകൾ ഒക്കെ തന്നെയും ഇത് പലതരത്തിൽ പല ഇഷ്ടങ്ങളുള്ള മനുഷ്യരുടെ വലിയ കൂട്ടമാണിത്. ഇതാ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്.
ചിലരൊക്കെ പറയുന്നുണ്ട് കുറെ നേരമായി കാത്തിരിക്കുന്നു, അതിന്റെ ഒരു മുഷിപ്പുണ്ട് എന്നൊക്കെ. പക്ഷേ കാത്തിരുന്നാലും ആ കാത്തിരിപ്പിന്റെ ഒക്കെ അവസാനം കിട്ടുന്ന ഒരു സന്തോഷം, അതാണ് ഈ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറന്നു വരുമ്പോഴുള്ള ആ അനുഭൂതി. ആ അനുഭൂതിയുടെ കാഴ്ചയാണ്. കാരണം എത്രയോ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് എത്രയോ ദൂരങ്ങളിൽ നിന്ന് പോലും മനുഷ്യരെത്തി ഇവിടുത്തെ മിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് ഇതൊക്കെ ആസ്വദിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി രാജൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞ എല്ലാം ഗംഭീരമാണ് എന്ന് പറയാം. ചെറുതല്ല, അടിപൊളിയാണ്, നല്ല വൈബല്ലേ. ഞാൻ നെയ്തലക്കാവ് ഭഗവതിയുടെ അടുത്ത് നേരത്തെ പോയി അവിടെ നിന്ന് ഒപ്പം യാത്ര ചെയ്താണ് കുറച്ചു ദൂരം. ഇപ്പോൾ പാണ്ടിക്കുട്ടി അകത്തേക്ക് കയറാണ്. എറണാകുളം ശിവകുമാർ നെയ്തലക്കാവ് ഭഗവതിയെയും വഹിച്ചുകൊണ്ട് തിടമ്പേച്ചുകൊണ്ട് വരുന്നത് ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ ഈ നട തുറക്കപ്പെടും. തൃശ്ശൂരിന്റെ ജീവവായുവിന് വരെ ഇപ്പോൾ ഒരു താളമായി. കുറച്ച് കഴിഞ്ഞ് ഒരു കൂക്കി വിളിക്കും, ചിലപ്പോൾ നേരം കാണാത്ത അതിനൊരു താളുണ്ടാവും. പഴയ പോലെ പ്രതിഷേധ കൂക്കല്ല, കൂക്കി വിളിക്കുക ഒരു താളുണ്ടാവും. എല്ലാത്തിനും ഒരു താളാണ്. സംസാരത്തിലടക്കം സംസാരത്തിലൊരു താളക്രമം വന്നില്ലേ. എലഞ്ഞിത്തറ മേളം പതുക്കെ കൊട്ടിയാണ് കയറുക. അതുപോലെ തൃശ്ശൂർക്കാർ പതുക്കെ പറഞ്ഞു തുടങ്ങുള്ളൂ, പക്ഷെ ഉച്ചസ്ഥായിലേക്ക് പോകും. നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ തവണത്തെ മാത്രമല്ല, ഇതിന്റെ ഒരു ആചാരം അനുസരിച്ച് എല്ലാ പൂരങ്ങളുടെയും പ്രത്യേകതയാണ്. എല്ലാ ഉത്സവങ്ങൾക്കും ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ട് കൊട്ടിന് പോലും ആചാരമുണ്ട്. ഇപ്പോൾ എലഞ്ഞിത്തറ മേളത്തിലേക്ക് നാളെ പാറമേക്കാവ് ഭഗവതി 12 മണിക്ക് പാറമേക്കാവിന്റെ മുമ്പിൽ നിന്ന് എഴുന്നള്ളിച്ചു വരുമ്പോൾ താളം ചെമ്പടയായിരിക്കും. പക്ഷെ മതിൽക്കകത്ത് കയറി കഴിഞ്ഞാൽ പാണ്ടിയായിരിക്കും. ഇങ്ങനെ ഓരോന്നിന്റെ വരവിനും പോക്കിനും താളുണ്ട്. ന്യൂസ് 18നോടൊപ്പം ആഘോഷിക്കട്ടെ. എല്ലാ പൂരാശംസകളും. ഒരു കാര്യം ചോദിക്കട്ടെ, ഏറ്റവും ഇഷ്ടം എന്താ? ഈ മാനകളോടാണോ, അങ്ങനെ എന്തിനോടൊക്കെയാണ് ഇഷ്ടങ്ങൾ? പ്രശ്നമാവും പറഞ്ഞാൽ. കാരണം തൃശ്ശൂരിന്റെ തൂണിലും തുരുമ്പിലും ഈ ആഘോഷത്തിന്റെ വെച്ചുണ്ട്. ഇവിടെ തത്തയെ കൊണ്ട് ചീട്ടടിപ്പിക്കുന്ന ചേച്ചിക്ക് മുതൽ പൂരത്തിന്റെ പ്രമാണിക്ക് വരെ റോളുണ്ട്. എല്ലാവർക്കും റോളുണ്ട്. അവരവരുടെ ആഘോഷങ്ങൾ ഗംഭീരമായിട്ട് പോകുന്നു. അപ്പൊ ഞാൻ ഒന്നിലായിട്ട് കഴിഞ്ഞ തവണ ചെറുതായിട്ടൊന്ന് കൈവിട്ടു പോയല്ലോ, അപ്പൊ അതിന്റെ ഒരു അമിത കാര്യമായ ശ്രദ്ധ ഇത്തവണ അല്ലേ? കൈവിട്ടു പോകലിന്റെ പ്രശ്നമല്ല. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പായിരുന്നു. ഇതുപോലെ നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരിട്ട് ഇടപെടാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ചിലതിനെ മൂപ്പിച്ചു, ചിലതിനെ കൂട്ടി, ചില മാധ്യമങ്ങളിലേക്ക് വന്നു. ഇത്തവണ ഒരു പ്രശ്നവുമില്ല. ഇന്നലെ മാറുന്ന ഒരു പരിപാടിയില്ല, മുഴുവൻ ശ്രദ്ധയിൽ പോക്കില്ല. ഇവിടെ ഇന്നലത്തെ സാമ്പിൾ വെടിക്കെട്ടൊക്കെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിൽക്കുകയാണ്. ഇന്നലത്തെ സാമ്പിൾ വെടിക്കെട്ടൊക്കെ 1-1.5 വെടിക്കെട്ടായിരുന്നു. അപ്പൊ ഇനി വരാൻ പോകുന്ന വെടിക്കെട്ട് എന്താവും? അപ്പൊ എല്ലാവർക്കും കാണാൻ ഇടമുണ്ട്, മനസ്സിലും മണ്ണിലും ഇടമുണ്ട് തൃശ്ശൂരിലേക്ക്. സ്വാഗതം. എന്തായാലും അതാണ് മന്ത്രി കെ രാജൻ. അദ്ദേഹം ഇവിടെ നിന്ന് മാറിയൊരു പരിപാടിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരിലോ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിലേലോ ഒന്നും കൈയൊഴിഞ്ഞുകൊണ്ട് മാറുന്നൊരു ല്ല. തീർച്ചയായും രാഷ്ട്രീയമുണ്ട് സജിത്ത്. അതിന് കഴിഞ്ഞ തവണ കൈവിട്ടുപോയ ഒരു പൂരം, അത് എത്രത്തോളം പിന്നീട് വാർത്തകളിലിടം പിടിച്ചു, എത്രത്തോളം സർക്കാർ അതിൽ പ്രതിക്കൂട്ടിലായി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ അങ്ങനെ ഒന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം തുറന്നു പറയുകയാണ് നമ്മളോട് ചെയ്യുന്നത്. എന്തായാലും വലിയ ആവേശത്തിലാണ് തൃശ്ശൂരുള്ളത്. ഇനിയുള്ളത് ഒരുപാട് വൈകാതെ തെക്കേ ഗോപുര നട തുറക്കും. അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ മനുഷ്യരെല്ലാവരും, ഈ പൂരപ്രേമികൾ എല്ലാവരും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പതിവ് മുഖങ്ങളും സാധാരണക്കാരായ മനുഷ്യരും പൂരപ്രേമികളും ഒക്കെ വിദേശത്തു നിന്നും അവിടെ നിന്നും ഏതാണ്ട് എല്ലാ സ്ഥലത്തു നിന്നും ഇവിടേക്ക് എത്തുന്നു, ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നു. വലിയ ആവേശം എന്ന് തന്നെ ഒറ്റ വാക്കിൽ പറയാം സജിത്ത്. അത് വൈകാതെ അത് കുറച്ചുകൂടി വലിയ അതിന്റെ ഒരു പാരമ്യതയിലേക്ക് കടക്കുന്ന കാഴ്ചയായിരിക്കും ഈ പൂരനഗരിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. സജിത്ത്. യെസ്, ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, സർക്കാരിനെ സംബന്ധിച്ചും ഇത്തവണ പൂരം ഭംഗിയായി നടത്തിച്ച് കാണിക്കണം. കാരണം അത് സർക്കാരിന്റെ ഇമേജിന്റെ ഒരു വിഷയം കൂടിയാണ്. കാരണം വീണ്ടും പൂരം ഒരു വിവാദ കാഴ്ചയിലേക്ക് പോയാൽ അത് സർക്കാരിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നതാണ് വരുന്നത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് വർഷമാണ്. സ്വാഭാവികമായും അത്തരം ജാഗ്രത കാട്ടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി കരുതണം. എന്തായാലും ഒരുക്കങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ, പൂരാവകാശം കൊട്ടിക്കയറട്ടെ, എല്ലാവർക്കും നല്ല രീതിയിൽ പൂരം ആസ്വദിക്കാൻ കഴിയട്ടെ. ഇടവേളയാണ്, വേഗത്തിൽ മടങ്ങി.